പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്തുള്ള ആദനാട് മലയാണിത്. ജില്ലയിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശം. 10 ജീവനുകളാണ് ഇവിടെ നഷ്ടമായത്. 11ഓളം കുടുംബങ്ങൾക്ക് അവരുടെ മണ്ണും പുരയിടവും ഇല്ലാതായി. വീട്ടിൻ്റെ ബാക്കിൽ കൂടിയൊക്കെ വെള്ളം വരില്ലേ, അത് ഞങ്ങൾക്ക് ഈ ഉരുൾപൊട്ടലിൻ്റെ സൂചനയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഈ കാട്ടിൽ അങ്ങനെ വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇതിൽ കൂടെ എണിച്ച് ഞാൻ ഇവിടെയൊക്കെ വന്ന് നോക്കി ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്നതും ഒരു സൗണ്ട് കേട്ടു. റബ്ബർ പൊട്ടുന്നു, മരം പൊട്ടുന്നു, ഓടിക്കോ പറഞ്ഞു. അവനും ഓടി, ഞാനും ഓടി ആ പുതിയ പേരൻ്റെ ഉള്ളിലല്ലേ ഇവരൊക്കെ. അപ്പോൾ അങ്ങോട്ട് വരില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ട് ഓടിയത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് വന്നു ചേറും വെള്ളവും കൂടി വന്നടിഞ്ഞു. സൗണ്ട് കേട്ട് ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങി ഇതിൽ കൂടെ വന്ന് ഞങ്ങൾ ആ വീട്ടിൻ്റെ അവിടെ കൂടെ ഉള്ളിൽ കയറിയിരുന്നു. അച്ഛനും ചേച്ചിയും അനിയനും ഇവിടെ കിടക്കണേ, ഈ റൂമിൻ്റെ ഇവിടെ കിടന്നു. ഇവിടുന്ന് ചേച്ചി എണിച്ചിട്ട് ഈ സൗണ്ട് കേട്ടതും അച്ഛനെ വിളിച്ച് എല്ലാവരും അവിടെ വന്നു. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനും അമ്മയും കയറിയതും ഈ ചുമര് അങ്ങോട്ട് ഇടിഞ്ഞ അച്ഛനെ ഓടണ്ടാവുന്ന എല്ലാവരും പിടിച്ച് അപ്പുറത്തെ ചുമരിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയതും ഞങ്ങൾ അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലൊരു ഇക്ക ആ ഭാഗത്ത് ചുമരിടുന്നതും അത് കണ്ടപ്പോൾ ഇക്ക പറഞ്ഞു, അതിൽ കൂടെ അങ്ങോട്ട് വാ, ഇവിടെ മൊത്തം ചളിയായതുകൊണ്ട് അതിൽ കൂടെ അങ്ങോട്ട് വാ പറഞ്ഞിട്ട് വിളിച്ചത്. ഞങ്ങൾ അങ്ങോട്ട് നിൽക്കുമ്പോഴാണ് അച്ഛൻ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അച്ഛമ്മ ചളി മുങ്ങിയിട്ടുള്ള ശബ്ദം നിലവിളി കേട്ടത്. അപ്പോഴാണ് അച്ഛനും അടുത്തേക്ക് വന്ന് അച്ഛമ്മനെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും അവിടെ നിന്ന് ഒരിക്കയും അവിടുത്തെ ഒരു ഏട്ടനും കൂടി വന്ന് അച്ഛമ്മനെ രക്ഷപ്പെടുത്തി ബാക്കിൽ കൂടെ വന്ന് അപ്പം ആ ചളീൻ്റെ അതിൽ കൂടെയൊക്കെ വന്ന് ഏട്ടൻ ഒറ്റയ്ക്ക് എടുത്ത് അപ്പുറത്ത് കൊണ്ടുവന്നതും ഒരു വണ്ടി വന്നു. പോലീസ് ജീപ്പ് വന്നതും അതിൽ കയറി ഹോസ്പിറ്റലിലെത്തി. ആശുപത്രി എത്തിയതാ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എന്തൊക്കെ സംഭവിച്ചതെന്ന്. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിൽ അവരിൻ്റെ പേരെ പോയിന്നോ അല്ലെങ്കിൽ അവർ പോയിന്നോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആശുപത്രി പോയപ്പോഴാണ് ഓരോന്നായിട്ട് മരിപ്പ് വരുമ്പോൾ അവിടെയും സംഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഉരുള് പൊട്ടിയതിൻ്റെ കുറച്ചടുത്താണ്, അവിടെ നിന്ന് നേര് മോളാണ് ഇപ്പം ഇനി പൊട്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പേടി കാരണം ഞങ്ങളവിടെ ആ 11 കുടുംബങ്ങൾ മാറിയതാണ്. അവിടെ വാസയോഗ്യമല്ല പറഞ്ഞിട്ട്. ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ബാക്കി കുടുംബങ്ങൾക്ക് ഇനിയും ശാശ്വതമായ നഷ്ടപരിഹാരമോ പുനരധിവാസമോ നൽകാൻ സർക്കാരിന് ഇനിയും സാധിച്ചിട്ടില്ല. വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് അവരെ തള്ളിവിടുന്ന തരത്തിലേക്കാണ് ജില്ലാ ജിയോളജി വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൊട്ടിക്കുമ്പോൾ കുലുങ്ങും, ചുമരൊക്കെ ആടും, ഓടളവും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അളവുമൊക്കെ ചെയ്യുമായിരുന്നു. കോറി നിർത്തിയതിന് ശേഷം ഇനി കോറി അവിടെ പൊട്ടിക്കില്ല എന്ന് പറഞ്ഞ ശേഷമാണ് എല്ലാവരിനെയും അവിടെ നിന്ന് ഇറക്കി. അയാൾ സ്ഥലം വാങ്ങി എല്ലാവരിനെയും ഇറക്കി. ഇനി കോറി അവിടെ പൊട്ടിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ അവിടെ പെരകയറ്റാൻ തുടങ്ങിയത് തന്നെ. ആദനാട് മലയിൽ പ്രവർത്തിക്കുന്ന ഈ ക്വാറിയിൽ നിന്നും ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തേക്ക് വെറും 50 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. എന്നാൽ ദുരന്തത്തിന് ശേഷം ജില്ലാ ജിയോളജിസ്റ്റ് സർക്കാരിന് നൽകിയ രേഖയിൽ 2 കിലോമീറ്റർ എന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് ഇത് 300 മീറ്ററായി ചുരുക്കുകയും അതിനുശേഷം ക്വാറി തന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് തിരുത്തുകയുമുണ്ടായി. ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനത്തിന് 50 മീറ്റർ മാത്രം ഇപ്പുറത്താണ്. ഇവിടെയാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് പാലക്കാട് ജില്ലാ ജിയോളജിസ്റ്റിൻ്റെയും റവന്യൂ അധികാരികളുടെയും ഒത്താശയോടുകൂടി 200 അടി താഴ്ചയിൽ പാറ ഖനനം നടത്തിയിട്ടുള്ളത്. ഇവിടെ നടന്നിട്ടുള്ള ഉഗ്ര സ്ഫോടനങ്ങളാണ് സത്യത്തിൽ 50 മീറ്റർ മാത്രം അപ്പുറത്തു നിന്ന് ഈ ഉരുൾപൊട്ടൽ ഉത്ഭവിക്കാനും അതിലൂടെ 10 ജീവനുകൾ നഷ്ടപ്പെടാനും 11ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ജിയോളജി വകുപ്പ് ഈ മല പരിശോധിച്ചിട്ടേയില്ല. ഇഷ്ടം പോലെ പാറ പൊട്ടിച്ച് ഈ കോറി ഉടമ എടുക്കുകയായിരുന്നു. ഈ കോറി ഉടമ കൺവെയർ ബെൽറ്റ് വഴി പാറ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ വരെ എത്തിയതായിരുന്നു. അപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് ഇത് തടസ്സപ്പെടുത്തിയത്. നമ്മുടെ നികുതി പണം കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട ജിയോളജിസ്റ്റ്, ഇതുപോലുള്ള റവന്യൂ വകുപ്പ്, ഇവരൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ തികഞ്ഞ അലംഭാവവും തികഞ്ഞ ഒരു മനുഷ്യാവകാശ രംഗം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക്. ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് പാറ പൊട്ടിക്കുന്നത്. ഇതിൻ്റെ ഇളക്കം നല്ലപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇത് മുൻ വർഷങ്ങളിൽ
മഴയില്ലാത്തത് കൊണ്ട് വിണ്ടു നിൽക്കുകയായിരുന്നു. ഈ മഴ പെയ്തപ്പോൾ ആണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. ഇതിൻ്റെ യാതൊരു പരിശോധനയും ജിയോളജിസ്റ്റ് നടത്തിയിട്ടേ ഇല്ല. അച്ഛന് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ അതാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയതായിരുന്നു. ആ ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ അവിടെ എത്തിയത്. പിന്നെ ഇത് പുതിയതായി കെട്ടുന്ന വീടാണ്. അച്ഛനും അമ്മയും അധ്വാനിച്ചിട്ടുള്ള കെട്ടുന്നത്, അല്ലാണ്ട് ലോൺ പൈസ കൊണ്ടോ അങ്ങനെ കെട്ടുന്നതൊന്നുമല്ല. അതാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇനി അങ്ങനെ സംഭവിക്കാത്ത സ്ഥലത്ത് കൊണ്ടിരുത്തണം.